ഹലോ, എന്തുണ്ട് വിശേഷങ്ങൾ? ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മളെന്താ പഠിച്ചുകൊണ്ട് വന്നത്? നമ്മൾ എഡി കറണ്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ് അല്ലേ? സോ വി ആർ ഡിസ്കസിങ് അബൌട്ട് എഡി കറണ്ട്. ഓക്കെ, സോ ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ദ ആപ്ലിക്കേഷൻ ഓഫ് എഡി കറണ്ട്സ്. എഡി കറണ്ടിൻ്റെ ആപ്ലിക്കേഷൻസ്, അതിൻ്റെ എഫക്റ്റുകൾ ഒക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ഞാൻ പറയാൻ പോകുന്നു. നമുക്ക് ആദ്യം ഒരു ചെറിയൊരു സംഭവത്തിൽ നിന്ന് തുടങ്ങാം. സോ ലിസൺ പ്രോപ്പർലി. ഇതൊരു കോപ്പറിൻ്റെ ഷീറ്റാണ്. സോ കോപ്പർ ഷീറ്റാണ്. ഓക്കെ, സോ കോപ്പർ ഷീറ്റ് കണ്ടോ? ഇവിടെ ഇതിൻ്റെ അടുത്തായിട്ട് ഒരു മാഗ്നറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നോർത്ത് പോൾ, അപ്പുറത്ത് എവിടെയെങ്കിലും സൗത്ത് പോളും കാണും. ഓക്കെ, അപ്പോൾ ഒരു മാഗ്നറ്റിൻ്റെ പോൾസിൻ്റെ ഇടയ്ക്ക് ഈ കോപ്പർ ഷീറ്റിനെ കെട്ടി തൂക്കിയിട്ടിരിക്കുക. ഓക്കെ, കോപ്പറിൻ്റെ പ്രത്യേകതകളൊക്കെ നിങ്ങൾക്ക് അറിയാം. കോപ്പർ ഈസ് എ വെരി ഗുഡ് കണ്ടക്ടർ. ഓക്കെ, കോപ്പർ ഈസ് എ വെരി ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഓക്കെ, സോ കോപ്പർ ഈസ് എ വെരി ഗുഡ് കണ്ടക്ടർ. അപ്പോൾ മാഗ്നറ്റിക് പോൾസിൻ്റെ ഇടയ്ക്ക് ഇതിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇനി എൻ്റെ പ്രശ്നം ഇതാണ്, ഇവനെ ഞാനിങ്ങനെ ഓസിലേറ്റ് ചെയ്യിപ്പിച്ചാൽ എന്ത് സംഭവിക്കും എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. കോപ്പർ ഷീറ്റിനെ ഓസിലേറ്റ് ചെയ്യിപ്പിച്ചാൽ എന്ത് സംഭവിക്കും? നമ്മുടെ കോമൺ സെൻസ് വെച്ച് നമുക്ക് ചിന്തിക്കാം. നോക്കൂ, ഈ കോപ്പർ ഷീറ്റിനെ ഇങ്ങനെ മൂവ് ചെയ്യിപ്പിച്ച് ഓസിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്തൂടെ അല്ലേ ഓസിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇത് മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് കോപ്പർ ഷീറ്റ് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. അപ്പോൾ കോപ്പർ ഷീറ്റ് ഒരു ബൾക്ക് പീസ് ഓഫ് മെറ്റീരിയൽ അല്ലേ? അപ്പോൾ ഇതിനകത്ത് എഡി കറണ്ട് ഉണ്ടാവും. കോപ്പർ ഷീറ്റിനകത്ത് എന്തുണ്ടാവും? എഡി കറണ്ട് ഉണ്ടാവും. ഓക്കെ, എഡി കറണ്ട് ഇതിനകത്ത് കിടന്ന് കറങ്ങും. ഈ കറണ്ട് എന്ന് പറയുന്നത് ചെറുതൊന്നും ആയിരിക്കില്ല, വളരെ വലുതായിരിക്കും. കാരണം കോപ്പർ എന്ന് പറയുന്നത് ഒരു കണ്ടക്ടറാണ്. അപ്പോൾ ഇതിലെ ഈ എഡി കറണ്ട് വളരെ സ്ട്രോങ് ആയിരിക്കും. ഈ എഡി കറണ്ട് ഉണ്ടായാൽ എഡി കറണ്ട് എന്തിനെ ഒബേ ചെയ്യുമെന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചത്? ലെൻസസ് ലോയെ ഒബേ ചെയ്യുമെന്നാണ് പഠിപ്പിച്ചല്ലേ? അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ലെൻസസ് ലോയെ ഒബേ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യാൻ കാരണക്കാരൻ എന്താണോ അത് ഒപ്പോസ് ചെയ്യപ്പെടും. ഇവിടെ ഈ ഷീറ്റിൻ്റെ ഓസിലേഷൻ കാരണമല്ലേ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ആ മോഷൻ തടസ്സപ്പെടും. അപ്പോൾ ഇതിനകത്തുണ്ടാകുന്ന ഈ എഡി കറണ്ട് എന്തിന് കാരണമാവും? ഈ ഓസിലേഷനെ തടസ്സപ്പെടുത്തുന്നതിന് കാരണമാവും. അപ്പോൾ ഈ ഷീറ്റിനെ നമ്മളിവിടെ ഓസിലേറ്റ് ചെയ്യിപ്പിച്ചാൽ അത് ജസ്റ്റ് ഒന്ന് ഓസിലേറ്റ് ചെയ്ത് അങ്ങ് നിൽക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ഓസിലേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ ഷീറ്റിലുണ്ടായ എന്താണ് ഇതിന് കാരണം? എഡി കറണ്ടാണ് ഇതിന് കാരണം. അടിപൊളി സംഭവമാണ്. ഇതൊക്കെ ഇതിൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്താണ് സംഭവം? ഒരു കോപ്പർ ഷീറ്റാണ്, അതിനെ നമ്മൾ സസ്പെൻഡ് ചെയ്യുക. എവിടെ സസ്പെൻഡ് ചെയ്യണം? ഒരു മാഗ്നറ്റിൻ്റെ പോൾസിൻ്റെ ഇടയ്ക്ക് സസ്പെൻഡ് ചെയ്യണം. സസ്പെൻഡ് ചെയ്തിട്ട് ഇതിനെ ഇവിടെ ഓസിലേറ്റ് ചെയ്യിപ്പിച്ചാൽ എന്ത് സംഭവിക്കും എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഓസിലേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഓസിലേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് കോപ്പർ ഷീറ്റ് ചേഞ്ച് ചെയ്യും. അപ്പോൾ ഈ കോപ്പർ ഷീറ്റിൽ എഡി കറണ്ട് ഉണ്ടാവും. ഈ എഡി കറണ്ട് എന്തിനെ ഒബേ ചെയ്യും? ലെൻസസ് ലോയെ ഒബേ ചെയ്യും. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യാൻ കാരണം എന്താണോ അത് ഒപ്പോസ് ചെയ്യപ്പെടും. ഇവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യാനുള്ള കാരണം എന്താണ്? ഈ ഓസിലേഷനാണ്. അപ്പോൾ ഓസിലേഷൻ തടസ്സപ്പെടും. അപ്പോൾ ഓസിലേഷൻ തടസ്സപ്പെടും. അതായത് ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യാൻ കഴിയില്ല. അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഓസിലേറ്റ് ചെയ്ത് ബ്രേക്ക് ഇട്ട് നിന്നതുപോലെ അത് വന്ന് നിൽക്കും. ഈ ടൈപ്പ് ഡാമ്പിങ്ങിനെ ഓസിലേഷൻ ഡാംഡായി, ഓസിലേഷൻ അതേ ആംപ്ലിറ്റ്യൂഡിൽ നിന്ന് കുറഞ്ഞു വന്ന് നിന്നു. ഇപ്പോൾ ഇതിനെ ഡാമ്പിങ് എന്നാണ് പറയുന്നത്. ഈ ടൈപ്പ് ഡാമ്പിങ്ങിനെ ഇലക്ട്രോമാഗ്നറ്റിക് ഡാമ്പിങ് എന്ന് പറയും. എന്താ പറയുക? ഇലക്ട്രോമാഗ്നറ്റിക് ഡാമ്പിങ് എന്നാണ് പറയുന്നത്. നമ്മൾ ഞെട്ടിപ്പോവും. ഓസിലേറ്റ് ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ കൈ എടുക്കുമ്പോഴത്തേക്ക് അത് ബ്രേക്ക് പിടിച്ച് നിർത്തിയതുപോലെ സഡൻ ആയിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഓസിലേഷൻ നമ്മൾ ഡാംഡ് ഓസിലേഷനായി. എന്താണ്? ഓസിലേഷൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരുന്നതിനെയാണ് ഡാംഡ് ഓസിലേഷൻ എന്ന് പറയുന്നത്, ആ ടൈപ്പ് ഓസിലേഷനെ. അപ്പോൾ ഈ ടൈപ്പ് ഡാമ്പിങ്ങിനെ പറയുന്ന പേരെന്താണ്? ഇലക്ട്രോമാഗ്നറ്റിക് ഡാമ്പിങ് എന്നാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ കോപ്പർ ഷീറ്റിൽ സ്ലോട്ട്സ് ഇട്ടാലോ, കുറേ പാർട്ട് വെട്ടിക്കളയുകയോ അല്ലെങ്കിൽ പഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ഇതുപോലെ ഓസിലേറ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇതിനകത്തുണ്ടാകുന്ന അവൈലബിൾ ഏരിയ കുറഞ്ഞു. എഡി കറണ്ട് അപ്പോൾ കുറയും. എഡി കറണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റോപ്പിംഗ് പ്രോസസ്സ് പെട്ടെന്ന് നടക്കില്ല. അപ്പോൾ കുറേ നേരം കൂടെ അത് ഓസിലേറ്റ് ചെയ്തിട്ടേ അത് നിൽക്കൂ. മനസ്സിലായില്ലേ? കാരണം എന്ത് കുറഞ്ഞു? എഡി കറണ്ട് കുറഞ്ഞു. കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ക്വസ്റ്റ്യൻ, സേ എ കോപ്പർ ഷീറ്റ് ഈസ് സസ്പെൻഡഡ് ബിറ്റ്വീൻ pole pieces of a magnet. What happens when it is oscillated? This is a question. Then what happens when slots are made in the copper sheet? This is a question. So how will you write the answer? When copper sheet is oscillated, magnetic flux linked with it changes.
So eddy currents are developed in it. As copper is a good conductor, so the eddy currents will be strong. Eddy currents obey Lenz's law. So what happens? It obeys Lenz's law means the reason for magnetic flux change will be opposed. What is the reason for the magnetic flux change? Oscillation is a reason for the change of magnetic flux. So it will be opposed. Means motion of the copper sheet will be opposed. It comes to rust soon. Then if slots are made in the copper sheet, what happens? The available area decreases, eddy current decreases, so it will not come to rust soon. So ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? സോ എന്തൊക്കെയാണ്? സോ a copper sheet is suspended between pole pieces of a magnet. What happens when it is oscillated? So how will you write the answer? When copper sheet is oscillated, magnetic flux linked with the copper sheet changes. Eddy currents are developed in it. The eddy currents will be strong because copper is a very good conductor of electricity. Then eddy currents obey Lenz's law. So the tendency of it is to oppose what? The reason for the change of magnetic flux. What causes the change of magnetic flux here? Oscillation is a reason for change of magnetic flux. So that oscillation will be opposed. So the copper sheet will come to rust soon. Okay. Then what happens when slots are made in it? Or what happens when you punch the copper sheet? So available area decreases, eddy current decreases. So it will not come to rust soon. Okay. It oscillates for some more time. This type of damping can be generally known by the name electromagnetic damping. What is it called? Electromagnetic damping. Once again, so I am giving you a copper sheet. You know, copper is a very good conductor of electricity, and you are going to suspend it where? In between poles of a magnet. Then you are going to oscillate the copper sheet. What happens? It is the first question. Then what is a change for the oscillation when slots are made in the copper sheet? So how will you write? Say when copper sheet is oscillated, magnetic flux linked with the copper sheet changes. Eddy currents are developed in it. Copper is a good conductor of electricity. So eddy currents will be very strong. Eddy currents obey Lenz's law. So motion of the copper sheet will be opposed. Why? Because this motion is responsible for the change of magnetic flux. So motion of the sheet will be opposed. It comes to rust soon. Then when slots are made in the sheet, what happens? Available area decreases. Eddy current decreases. So it will not come to rust soon. മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതാ എന്താണ്, ഞാനൊരു നല്ലൊരു സംഭവം പറയാണ്, നിങ്ങൾ പറയണത്. സൊല്യൂഷൻ, ഇതൊരു കോപ്പർ സിലിണ്ടറാണ്. സിലിണ്ടർ എന്ന് പറയാൻ പറ്റില്ല, പൈപ്പാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു കോപ്പർ പൈപ്പാണ് കേട്ടോ, കോപ്പർ പൈപ്പ്. ഓക്കെ, ഇതിൻ്റെ അകത്തൂടെ ഒരു ബാർ മാഗ്നറ്റിനെ ഞാൻ ഡ്രോപ്പ് ചെയ്യുന്നു. ഇതിനകത്തേക്ക് ഞാൻ ഒരു ബാർ മാഗ്നറ്റിനെ അകത്തേക്ക് ഇടുന്നു, ഡ്രോപ്പ് ചെയ്യുന്നു. ഇതിൻ്റെയൊക്കെ വീഡിയോ കാണുമ്പോൾ നമ്മൾ കിടുങ്ങിപ്പോവും, അന്തം വിട്ടു പോവും. ഇത് എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ ഊഹിക്കുന്നു, പറയും. ഞാനിവിടെ ഈ മാഗ്നറ്റിനെ ഇതിനകത്തേക്ക് ഡ്രോപ്പ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഈ നോർത്ത് പോൾ ഇതിനകത്തേക്ക് ഇടിച്ചു കയറാൻ പോയാണ്. അപ്പം മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് കോപ്പർ പൈപ്പ് ചേഞ്ചസ്. So what will be developed in it? Eddy currents will be developed in it. Eddy currents obey Lenz's law. So a reason for magnetic flux change will be opposed. What is the reason for the magnetic flux change in this case? See, if your magnet is stationary, there will not be any change for the magnetic flux. Here your magnet is moving and it is the magnetic field lines are rubbed against the copper pipe. Am I right? So the motion of magnet is responsible for magnetic flux change. So that motion will be opposed. So this magnet moves down only very slowly. നമ്മൾ ഞെട്ടിപ്പോവും, അത്രയ്ക്ക് സ്ലോ ആയിട്ട് ഇത് താഴേക്ക് വീഴുന്നതാണ്. അടിപൊളിയല്ലേ? So what is a question here? So you are given a copper pipe. What happens when a magnet is dropped inside the copper pipe? So when our magnet is dropped inside the copper pipe, what happens? Magnetic flux linked with the copper pipe changes. Eddy currents are developed in it. Eddy currents obey Lenz's law. So the motion of magnet will be opposed. It can move down only very slowly.
Did you get it? So once again, so you are given a copper pipe. So what are you dropping inside? You are dropping a magnet inside. What happens? When the magnet comes down, magnetic flux linked with the copper pipe changes. Eddy currents will be developed in it. Eddy currents obey Lenz's law. So the motion of magnet will be opposed. So it comes down only slowly. Is it clear to you? ഇനി നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് മാഗ്നറ്റിക് ബ്രേക്കിംഗ് സിസ്റ്റം ഓഫ് ട്രെയിൻസ്. ട്രെയിനിന്റെ ബ്രേക്കിംഗ് സിസ്റ്റത്തിനെ പറ്റി. ട്രെയിൻ നമുക്കറിയാം, ഇപ്പൊ നമ്മുടെ വലിയ ട്രെയിനാണ് കേട്ടോ, കണ്ടില്ലേ, ഇപ്പോൾ ട്രെയിൻ ആണെന്ന് വെച്ചോളൂ. അപ്പൊ ഇതിന്റെ അടിയിൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. ഇതെന്താണ് സാധനം? ഇലക്ട്രോ മാഗ്നറ്റ്. ഇലക്ട്രോ മാഗ്നറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, സോഫ്റ്റ് എൻ പീസിന്റെ പുറത്ത് കോയിൽ സെറ്റ് ചെയ്ത ഒരു, ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയണമെന്നില്ല, കോയിൽ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാലും മതി. അപ്പോൾ നോക്കൂ, അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റ് തന്നെ ഇരുന്നോട്ടെ. സോ ട്രെയിനിൻ്റെ അടിയിൽ ഇതുപോലത്തെ ഇലക്ട്രോ മാഗ്നറ്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ട്രെയിൻ ഓടുന്നത് പാളം വഴിയല്ലേ. പാളത്തിൻ്റെ വേർഡ് എന്താണ്? റെയിൽ. അപ്പോൾ റെയിലിൻ്റെ മണ്ടയിൽ കൂടെയാണ് ട്രെയിൻ ഓടുന്നത്. അപ്പോൾ ഇതെന്താണ്? ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്. ഇനി ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ട്രെയിൻ ഇപ്പോൾ മൂവിങ് ആണ്. മൂവ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ബ്രേക്ക് ചെയ്ത് നിർത്തേണ്ടി വരുന്നു. അപ്പോൾ ബ്രേക്ക് ചെയ്യുന്നു. അപ്പോൾ ഡ്രൈവർ എന്ത് ചെയ്യുന്നു? ബ്രേക്ക് ചെയ്യുന്നു. അപ്പോൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഈ ഇലക്ട്രോ മാഗ്നറ്റിലേക്ക് സപ്ലൈ ചെല്ലും, കറണ്ട് ചെല്ലും. ഓക്കെ, കറണ്ട് ചെന്നു. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഈ ഇലക്ട്രോ മാഗ്നറ്റിൽ എന്തുണ്ടാവും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഇത് ബാറ്ററി എന്നുള്ള കറണ്ടാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നോക്കൂ, ഇതാ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അത് വേരിയിങ് ഒന്നും അല്ല, അതിന് വേരിയേഷൻ ഒന്നും ഇല്ല. അപ്പോൾ വേരിയേഷൻ ഒന്നും ഇല്ലാത്തൊരു മാഗ്നറ്റിക് ഫീൽഡാണ് ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ ഈ മാഗ്നറ്റിക് ഫീൽഡ് എവിടെ ഒരഞ്ഞുകൊണ്ടാണ് പോകുന്നത്? റെയിലിൽ ഒരഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? മാഗ്നറ്റിക് റെയിൽ ഒരു മെറ്റൽ അല്ലേ. അപ്പം മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് റെയിൽ ചേഞ്ച് ചെയ്യും. അപ്പം റെയിലുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. അപ്പം റെയിലിൽ എന്ത് കറണ്ട് ഉണ്ടാവും? എഡി കറണ്ട് ഉണ്ടാവും. റെയിലിൽ എഡി കറണ്ട് ഉണ്ടാവും. എഡി കറണ്ട് എന്തിനെ ഒപ്പോസ് ചെയ്യും? മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ആവാനുള്ള കാരണത്തിനെ ഒപ്പോസ് ചെയ്യും. ഞാൻ ചോദിക്കട്ടെ, ഈ ട്രെയിൻ ഇവിടെ നിർത്തിയിട്ടിരിക്കുകയായിരുന്നെങ്കിൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ തന്നെ ഇരുന്നനെ നമ്മുടെ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് റെയിൽ എന്ത് ചെയ്യില്ലായിരുന്നു? ചേഞ്ച് ചെയ്യില്ലായിരുന്നു. ട്രെയിനിന്റെ മൂവ്മെന്റ് കാരണമാണ് എന്ത് ചെയ്ത് ഇന്ന് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇതിൽ ഒരഞ്ഞുകൊണ്ട് പോകുന്നത്. അപ്പം മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യാനുള്ള കാരണം ട്രെയിനിന്റെ മോഷൻ അല്ലേ. അപ്പൊ ട്രെയിനിന്റെ മോഷൻ ഒപ്പോസ് ചെയ്യപ്പെടും. അപ്പൊ ട്രെയിൻ സഡൻ ആയിട്ട് അങ്ങ് നിൽക്കും. അപ്പോൾ നോക്കൂ, സഡൻ സ്മൂത്ത് സ്റ്റോപ്പിംഗ് ആണ്. അപ്പോൾ പടക്കമൊന്നും ഒറ്റ പിടിച്ച് നിർത്തിയാണൊക്കെ അങ്ങ് നിൽക്കും. അടിപൊളി ബ്രേക്കിംഗ് ആണ്. അപ്പോൾ ഈ ബ്രേക്കിംഗ് സിസ്റ്റമാണ് ട്രെയിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ട്രെയിൻ ഓടുമ്പോഴത്തേക്ക് ഉപയോഗിക്കുന്ന ബ്രേക്കിംഗ് സിസ്റ്റത്തിനെ പറ്റിയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത്. ട്രെയിൻ നിർത്തിയിട്ടിരിക്കുമ്പോൾ ഇതല്ല. ട്രെയിൻ നിർത്തിയിട്ടിരിക്കുമ്പോൾ മെക്കാനിക്കൽ ബ്രേക്കാണ് ഉപയോഗിക്കുന്നത്. ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സഡനായിട്ട് നിർത്താൻ ഉപയോഗിക്കുന്ന ബ്രേക്കാണ് ഇത്. അപ്പോൾ എന്താണ് സംഭവം? മലയാളത്തിൽ പറഞ്ഞാൽ മതി, ഇതൊരു ട്രെയിനാണ്. ഇപ്പോൾ ട്രെയിനിൻ്റെ അടിയിൽ എന്തുണ്ട്? ഇലക്ട്രോ മാഗ്നറ്റുകൾ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി എവിടെ കൂടെയാണ് ട്രെയിൻ ഓടുന്നത്? റെയിലിൻ്റെ മണ്ടയിൽ കൂടെയാണ് ട്രെയിൻ ഓടുന്നത്. ഓടിക്കൊണ്ടിരിക്കുകയാണ് ട്രെയിൻ. ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രേക്ക് ചെയ്യുന്നു. ഡ്രൈവർ ബ്രേക്ക് ചെയ്യുന്നു. ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഇലക്ട്രോ മാഗ്നറ്റ് എല്ലാം ആക്ടിവേറ്റ് ആവും. അപ്പോൾ ഇതിൽ കൂടെ എല്ലാം കറണ്ട് പോകും, സംശയമില്ല. ഇനി ഇതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എവിടെ കൂടെ ഒരഞ്ഞുകൊണ്ട് പോവാണ്? റെയിൽ വഴി ഒരഞ്ഞുകൊണ്ട് പോവാണ്. ഓക്കെ, അപ്പം മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് റെയിൽ ചേഞ്ച് ആവും, ശരിയല്ലേ? അപ്പോൾ എഡി കറണ്ട് ഡെവലപ്പ് ആവും റെയിലിൽ. എഡി കറണ്ട്സ് ലെൻസസ് ലോയെ ഒബേ ചെയ്യും. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യാനുള്ള കാരണം എന്താണോ അത് തടസ്സപ്പെടും. എന്താണ് ഇവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യാനുള്ള കാരണം? ട്രെയിനിൻ്റെ മൂവ്മെൻ്റ് അല്ലേ. ട്രെയിൻ മൂവ് ചെയ്യാതെ നിന്നിരുന്നെങ്കിൽ ഇതിനകത്ത് ഒരയുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം മാറുമായിരുന്നോ? അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, റെയിലിൽ ഒരയുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം ചേഞ്ച് ആവുന്നതിന് കാരണം ട്രെയിനിൻ്റെ മോഷൻ അല്ലേ. അപ്പോൾ ട്രെയിനിൻ്റെ മോഷൻ ഒപ്പോസ് ചെയ്യപ്പെടും. അപ്പോൾ ഇവിടെ ആരാണ് ട്രെയിനിനെ ബ്രേക്ക് ചെയ്ത് നിർത്താൻ സഹായിക്കുന്നത്? എഡി കറണ്ടാണ്. അപ്പോൾ ചില്ലറ കറണ്ടല്ല. അപ്പോൾ നോക്കൂ, സോ എക്സ്പ്ലെയിൻ ദ ബ്രേക്കിംഗ് സിസ്റ്റം യൂസ്ഡ് ഇൻ ട്രെയിൻസ്. അപ്പോൾ എങ്ങനെ ആൻസർ ചെയ്യും? നിങ്ങളുടെ രീതിയിൽ എഴുതിയാൽ മതി. Under trains, electromagnets are set up. So then, see, when the train moves, the driver applies brakes. Okay, so these electromagnets are activated.
Then magnetic flux linked with the rail changes. So eddy current are developed in the rail. Then eddy currents obey Lenz's law. So the motion of train will be opposed because motion of train is responsible for the magnetic flux change here. Am I right? So motion will be opposed. It comes to rest soon. Okay. This is a magnetic braking system used in trains. So in trains, electromagnets are arranged under trains as a when these are activated, a strong magnetic field is developed over rails. Then as the train is moving, magnetic flux linked with the rail changes. Then eddy currents are developed in rails. Eddy currents obey Lenz's law. So its tendency is to oppose magnetic flux change. See, what causes magnetic flux change here? Motion of train is responsible for the magnetic flux change here. So it will be opposed. So train comes to rest. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. So listen here. So in trains, electromagnets are arranged under trains. Then when these are activated, so a magnetic field will be developed around rails. Am I right? Developed over rails. As the train is moving, the magnetic flux linked with the rail changes. Eddy currents are developed in it. Eddy currents obey Lenz's law. So the motion of train will be opposed. മനസ്സിലായോ? അപ്പോൾ ഇത്രയാണ് electromagnetic braking system used in what? Trains. അപ്പോൾ ട്രെയിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ബ്രേക്കിംഗ് സിസ്റ്റത്തിനെ പറ്റിയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. എന്തെങ്കിലും പ്രയാസമുണ്ടോ? അപ്പോൾ എഡി കറണ്ട് ആൾ പുലിയാണ്, ഓർത്ത് വെച്ചോണം. അപ്പോൾ നമ്മുടെ രാധിക എന്ത് ചെയ്യാണ്? ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? എന്താണ് അവൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ട്രെയിനിൻ്റെ ഡ്രൈവറിന് ഇത്രയും ശക്തി എന്നൊക്കെയാണ് അവൾ ഇത്രയും നാൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. ട്രെയിനിൻ്റെ ഡ്രൈവറെ കല്യാണം കഴിക്കണമെന്നൊക്കെ ആയിരുന്നു അവളുടെ ആഗ്രഹം. ഇത്രയും പവർഫുൾ മാനോ എന്നൊക്കെയാണ് വിചാരിച്ചു വെച്ചിരുന്നത്. അയാളുടെ ശക്തി കൊണ്ടാണ് ട്രെയിൻ നിൽക്കുന്നത്? അല്ല, എഡി കറണ്ടിൻ്റെ ശക്തി കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഓർത്ത് വയ്ക്കുന്ന രാധികയെ ശ്രദ്ധിച്ചിരുന്നു. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡക്ഷൻ കുക്കറാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ട് ഇൻഡക്ഷൻ കുക്കർ. ഓക്കെ, അപ്പം അതിൻ്റെ വർക്കിംഗ് അറിയണമെങ്കിൽ അമ്മയുടെ അടുത്ത് ചോദിച്ചാൽ മതി, അമ്മയ്ക്ക് പറഞ്ഞുകൂടാ. നോക്കൂ, ഇപ്പോൾ ഇൻഡക്ഷൻ കുക്കർ നോക്കൂ. അപ്പോൾ അമ്മ അതിൻ്റെ വർക്കിംഗ് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് അടുക്കളയിൽ തന്നെ കിടന്നും നിങ്ങൾ പറയുന്ന എല്ലാ ഓർഡറുകളും അനുസരിക്കുന്നത്. മനസ്സിലായില്ലേ? ചായ കൊണ്ടുവരൂ, ഈ എൻ്റെ കാല് വേദനിക്കുന്നതായിട്ടില്ലേ, തടവിത്തരൂ, എല്ലാം പറയുന്നത് നിങ്ങൾ തന്നെയല്ലേ? പാവപ്പെട്ട അമ്മയല്ലേ എല്ലാം വന്ന് തടവിത്തരുന്നത്. അപ്പോൾ നോക്കൂ, അപ്പോൾ അമ്മയ്ക്ക് അതിൻ്റെ വർക്കിംഗ് അറിയാമായിരുന്നെങ്കിൽ അമ്മ അത്രയും റിസ്ക് എടുക്കേണ്ടി വരില്ലായിരുന്നു. സൊല്യൂഷൻ പാവം അമ്മ. സൊല്യൂഷൻ ഇപ്പോൾ ഇൻഡക്ഷൻ കുക്കർ. അപ്പോൾ വീട്ടിലെ ഇൻഡക്ഷൻ കുക്കർ ഇതായിരിക്കുന്നു, കണ്ടോ? ഇതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻഡക്ഷൻ കുക്കറാണ്. ഇവിടെ ഇരിക്കട്ടെ. ഇനി ഇതിനകത്ത് ഇത് നമ്മൾ സപ്ലൈയിൽ കൊടുക്കാം. അവിടെ ഇരുന്ന് സപ്ലൈയിലോട്ട് കൊടുത്തു, കണ്ടല്ലോ, കൊടുത്തു. ഇതിൻ്റെ അകത്ത് നോക്കിയാൽ ഇതിനകത്തൊരു കോയിലിരിപ്പുണ്ട്, കണ്ടോ? ഇതിനെ പൊളിച്ച് നോക്കിയാൽ ഇതിൻ്റെ അകത്ത് എന്തിരിപ്പുണ്ട് മക്കളെ? കോയിലിരിപ്പുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇൻഡക്ഷൻ കുക്കർ എപ്പോഴെങ്കിലും സമയം കിട്ടുമെങ്കിൽ എന്ത് ചെയ്യുക? പൊളിച്ച് നോക്കുക, തിരിച്ച് സെറ്റ് ചെയ്യണം, ബാക്കിയൊന്നും വരരുത്. അപ്പോൾ അതിനകത്ത് കോയിലുണ്ട്. നിങ്ങൾ ഇങ്ങോട്ട് കയറ്റി വിട്ട് കൊടുക്കുന്നത് ആൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലേ? നമ്മുടെ വീട്ടിൽ വരുന്ന ആൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലേ? അപ്പോൾ AC ആണ് ഇതിനകത്തോട്ട് കയറ്റി വിട്ട് കൊടുക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇതിൽ കൂടെ ഇപ്പോൾ വേരിയേഷൻ ഉള്ള കറണ്ടാണ് കയറിപ്പോകുന്നത്. വേരിയേഷൻ ഉള്ള കറണ്ട് കയറിപ്പോയാൽ ഇതിന് ചുറ്റും വേരിയേഷൻ ഉള്ളൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ ഇതിന് ചുറ്റും വേരിയേഷൻ ഉള്ളൊരു മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഉണ്ടായിക്കോട്ടെ. ഇനി നമ്മൾ ചായ ഉണ്ടാക്കാനായിട്ട് പോകുന്നു. അപ്പോൾ ചായ ഉണ്ടാക്കാനുള്ള പാത്രം ഇതിൻ്റെ ഈ ഇൻഡക്ഷൻ കുക്കറിലോട്ട് കൊണ്ടുവയ്ക്കുന്നു, കണ്ടോ? കൊണ്ടുവയ്ക്കുന്നു. ഇപ്പോൾ ചായ ഉണ്ടാക്കാനുള്ള വെള്ളമൊക്കെ ഇതിനകത്തുണ്ട്. ഈ പാത്രത്തിൻ്റെ മൂട് ഭാഗം ഇപ്പോൾ എവിടെ ഇരിക്കുന്നത്? ഈ മൂടിരിക്കുന്നത് ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്തല്ലേ? ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്തല്ലേ? അപ്പോൾ പാത്രത്തിൻ്റെ മൂട് എന്ന് പറയുന്നത് മെറ്റൽ അല്ലേ? അപ്പോൾ ഈ മെറ്റൽ ഇരിക്കുന്നത് ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്താണ്. അപ്പം മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ മെറ്റൽ ചേഞ്ചസ്. അപ്പോൾ ഈ മൂട്ടിൽ എന്ത് കറണ്ട് ഉണ്ടാവും? എഡി കറണ്ട് ഉണ്ടാവും. എഡി കറണ്ട് കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്, കറണ്ട് ഉണ്ടായിരുന്നാൽ മെറ്റൽ ചൂടാവാം. അപ്പം ഈ മൂട് ചൂടാവും. അപ്പം മൂട്ടിൽ എന്തുണ്ടാവും? ചൂടുണ്ടാവും, ഭയങ്കര പുളപ്പൻ ചൂടുണ്ടാവും, അടിപൊളി ചൂടുണ്ടാവും. അപ്പോൾ ഇതിനകത്ത് എന്താണോ എടുത്തു വെച്ചിരിക്കുന്ന സാധനം കുക്ക്ഡ് ആവും. അപ്പോൾ ഇതാണ് ഇൻഡക്ഷൻ കുക്കർ. അപ്പോൾ ഓർത്ത് വെച്ചോണം. അപ്പോൾ ഇൻഡക്ഷൻ കുക്കറിൽ നമുക്ക് എന്നെ ഉപയോഗിച്ചിട്ടുള്ളവർക്കറിയാം, അതിൻ്റെ മേലിൽ നമുക്ക് പിടിച്ചെടുക്കാം, കുഴപ്പമില്ല. കാരണം മൂട് മാത്രമേ ചൂടാവുന്നുള്ളൂ. അപ്പോൾ ഈ മൂട്ടിൽ നിന്ന് ഒരുപാട് നേരം കഴിഞ്ഞാൽ ഈ ചൂട് മേലോട്ട് കണ്ടക്റ്റഡ് ആയി വരും. അല്ലാതെ ചൂടായ ഉടനെ നമുക്ക് കൈ കൊണ്ട് പിടിച്ചെടുക്കാം. കാരണം എന്താണ്? എവിടെ മാത്രമേ ചൂടാവൂ? മൂട് മാത്രമേ ചൂടാവൂ. അപ്പോൾ ഓർത്ത് വയ്ക്കുക. ഇനി ഇൻഡക്ഷൻ കുക്കറിൻ്റെ വർക്കിംഗ് ഒന്ന് എനിക്ക് പറഞ്ഞാൽ, ഇൻഡക്ഷൻ കുക്കറിനെ പൊളിച്ചാൽ എന്ത് കിട്ടും? ഒരു ഇൻസുലേറ്റഡ് കോയിൽ കിട്ടും. അതിൽ കൂടെ നമ്മൾ എന്ത് കയറ്റി വിട്ട് കൊടുക്കുകയാണ്? AC കയറ്റി വിട്ട് കൊടുക്കുകയാണ്. AC കയറ്റി വിട്ടുമ്പോഴത്തേക്ക് ആ കോയിലിന് ചുറ്റും എന്തുണ്ടാവും?
ഒരു വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഈ വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്തോട്ടാണ് നിങ്ങൾ എന്തിനെ കയറ്റിക്കൊണ്ട് വെച്ചത്? നമ്മുടെ ഫുഡ് കുക്ക് ചെയ്യാനുള്ള ഫുഡും പാത്രവും കൊണ്ടുവച്ചത് അല്ലേ? പാത്രത്തിൻ്റെ മൂഡ് എവിടെ വരും? ഈ വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്ത് വരും. അപ്പം മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ മൂഡ് ഓഫ് പാത്രം ചേഞ്ചസ്. സോ എഡി കറൻസ് ആർ ഡെവലപ്ഡ് അറ്റ് ദ മൂഡ്. സോ മൂഡ് ചൂടാവും, അതിനകത്തിരിക്കുന്ന ഫുഡ് കുക്ക്ഡ് ആവും. ഇതാണ് ഇൻഡക്ഷൻ കുക്കറിൻ്റെ വർക്കിംഗ്. അടിപൊളിയല്ലേ? അപ്പോൾ ഇൻഡക്ഷൻ കുക്കറിനെ പറ്റി പറയൂ, എന്തൊക്കെയാണ്? ഇൻ ഇൻഡക്ഷൻ കുക്കർ എന്താണ് സംഭവിക്കുന്നത്? there will be an insulated coil. When AC is passed through the coil, a varying magnetic field will be developed around it. Then vessel containing food is kept inside this field. So magnetic flux linked with the base of the vessel changes. So eddy currents are developed there. So eddy currents heat the vessel and food gets cooked. നിങ്ങളുടെ സെൻറ്റൻസ് മതി, എൻ്റെ ഒന്നും വേണ്ട, നിങ്ങളുടെ രീതിയിൽ എഴുതാം. സോ ലിസൺ പ്രോപ്പർലി. In induction cooker there will be an insulated copper coil. Then see, when AC is passed through it, a varying magnetic field is developed around it. Then the vessel containing food is kept in this magnetic field. Magnetic flux linked with the base of the vessel changes. Eddy currents are developed there. So due to the eddy current, what happens? Heat will be developed. Food inside the vessel gets cooked. മനസ്സിലായ? സോ പറയൂ, നിങ്ങളുടെ രീതിയിൽ പറയൂ. സോ ഇൻ ഇൻഡക്ഷൻ കുക്കർ there will be an insulated copper coil. Then AC is passed through it. A varying magnetic field is developed. Then the vessel containing food item is kept in this magnetic field. So magnetic flux linked with the base of the vessel changes. Eddy currents are developed there. Due to the effect of eddy current, that part gets heated and food item gets cooked. നിങ്ങളുടെ രീതിയിൽ കഴിഞ്ഞില്ലേ? ഇനി നമ്മൾ പറയാൻ പോകുന്ന അടുത്തൊരു സംഭവമാണ് ഇൻഡക്ഷൻ ഫർണസ്. എന്താണ് അതിൻ്റെ പേര്? ഇൻഡക്ഷൻ ഫർണസ് എന്നാണ്. നോക്കൂ, ഇൻഡക്ഷൻ ഫർണസ്, പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല. ഇൻഡക്ഷൻ ഫർണസ്. ഇൻഡക്ഷൻ കുക്കർ അറിയാം, അടുത്ത സാധനം എന്താണ്? ഇൻഡക്ഷൻ ഫർണസ്. ഇൻഡക്ഷൻ ഫർണസ് എന്ന് പറഞ്ഞാൽ മെറ്റലിനെ മെൽറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം. മെറ്റലിനെ നമുക്ക് മെൽറ്റ് ചെയ്യിപ്പിക്കണ്ടേ, അതിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനം. അപ്പോൾ അത് ഇതേ സാധനം തന്നെ. ഇതാ നോക്കൂ, ഇതാ ഒരു കോയിൽ കണ്ടോ, ഒരു കോയിലാണ് അവിടെ ഇരിക്കട്ടെ. കോയിൽ എത്ര എൻഡ് ഉണ്ട്? 2. ഇൻസുലേറ്റഡ് കോയിലാണ്. ഇതിൽ കൂടെ നിങ്ങൾ എന്ത് കയറ്റി വിട്ട് കൊടുക്കുക? AC അങ്ങോട്ട് കയറ്റി വിടുക. ഹൈ ഫ്രീക്വൻസി AC ആണ് കയറ്റി വിടേണ്ടത്. എന്താണ്? ഹൈ ഫ്രീക്വൻസി AC അങ്ങോട്ട് കയറ്റി വിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിന് ചുറ്റും നല്ല വേരിയേഷൻ ഉള്ളൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആണല്ലോ? ഉണ്ടാവും. ഇവിടെ ഉരുക്കാനുള്ള മെറ്റലിനെ എടുത്ത് ഇവിടെ വെച്ച് കൊടുക്കുക. സോ മെറ്റൽ ടു ബി മെൽറ്റഡ് ഈസ് കെപ്റ്റ് അറ്റ് ദ സെന്റർ. അപ്പോൾ ഇതിനകത്ത് എന്തുണ്ടാവും? ഈ മെറ്റലിനെ നോക്കൂ, ഈ മെറ്റൽ ഇരിക്കുന്നത് വേരിയേഷൻ ഉള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്താണ്. അതിനകത്ത് എഡി കറണ്ട് ഉണ്ടാവും. ആ എഡി കറണ്ട് കാരണം മെറ്റൽ ചൂടാവും. ചൂടായിട്ട് അവസാനം മെറ്റൽ എന്ത് ചെയ്യും? ഉരുകി പോവും. അപ്പം മെറ്റലിനെ ഉരുക്കാനും ഈ പരിപാടി ഉപയോഗിക്കാം. അപ്പോൾ ലിസൺ. സോ ഈ ഡിവൈസിൻ്റെ പേരാണ് ഇൻഡക്ഷൻ ഫർണസ്. സോ ഇൻഡക്ഷൻ ഫർണസിൻ്റെയും ഇൻഡക്ഷൻ കുക്കറിൻ്റെയും വർക്കിംഗ് ആൾമോസ്റ്റ് സെയിം തന്നെയാണ്. സോ ലിസൺ, ഇൻ ഇൻഡക്ഷൻ ഫർണസ് സി there will be an insulated coil. Okay, metal to be melted is kept at the center of it. High frequency alternating current is passed through the coil. Varying magnetic field is developed in it. Okay, then magnetic flux linked with the metal changes. Eddy currents are developed in it. Due to the eddy current, the metal gets heated and it melts. കൂടുതൽ ആഡംബരങ്ങളൊന്നുമില്ല. സോ എക്സാക്ട്ലി ലൈക്ക് ഇൻഡക്ഷൻ കുക്കർ. സോ ലിസൺ ഹിയർ, ഇൻ ഇൻഡക്ഷൻ ഫർണസ് there will be an insulated coil. High frequency AC is passed through it. Then metal to be melted is kept at its center. Magnetic flux linked with the metal changes. Eddy currents are developed in it. Due to the effect of eddy currents, large amount of heat will be developed in the metal and the metal gets melted. മനസ്സിലായോ? കൂടുതൽ ആഡംബരമൊന്നും വേണ്ടേ? അപ്പോൾ ഈ ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ ഇൻഡക്ഷൻ കുക്കറിൽ വെച്ചാൽ അമ്മയുടെ ചായപാത്രം എന്താ മെൽറ്റാവാത്തത്? അപ്പോൾ ഓർത്ത് വയ്ക്കണം, അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ വീട്ടിലെ സാധാരണ AC ആണ്. അത് ഹൈ ഫ്രീക്വൻസി ഒന്നല്ല, 50 ഹെഡ്സേ ഉള്ളൂ. നമ്മുടെ ആൾ ഓവർ ഇന്ത്യ ഈ ആൾട്ടർനേറ്റിംഗ് കറണ്ട് ജനറേറ്റ് ചെയ്യുന്നത് 50 ഹെഡ്സിലാണ്. ഓക്കെ, ഇനി അതുമല്ല, നിങ്ങൾ ആ പാത്രത്തിൻ്റെ ബേസ് കണ്ടിട്ടില്ലേ? ബേസ് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ വീട്ടിൽ ചെന്ന് നോക്കണം, ആ ചായപാത്രത്തിൻ്റെ മൂട് കണ്ടിട്ടുണ്ടോ? ആ മൂട് നിറയെ ഫ്രൈയിങ് പാനൊക്കെ നിങ്ങൾ കണ്ടുകാണ്. ഇങ്ങനെ വരച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ പഞ്ച് ചെയ്തിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? എന്തിനാണ് ഈ പഞ്ച് ചെയ്യുന്നത്? നിങ്ങൾ തന്നെ പറയും, എന്തിനാണ് പഞ്ച് ചെയ്യുന്നത്? പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവൈലബിൾ ഏരിയ ഡിക്രീസസ്, എഡി കറണ്ട് ഡിക്രീസസ്. അല്ലെങ്കിൽ ചിലപ്പോൾ ചായയുടെ പാത്രം നോക്കുക, ചായയുടെ കൂടെ എന്തും കൂടെ ഉരുകി കാണും, ആ പാത്രത്തിൻ്റെ മൂടും കൂടെ കാണും.
ഇപ്പോൾ ഓംലെറ്റ് അടിക്കുന്നു, അപ്പോൾ ഓംലെറ്റിൻ്റെ സ്റ്റീൽ കോട്ടഡ് ഓംലെറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഓർത്ത് വയ്ക്കണം, ഇതൊക്കെ അതിന് വേണ്ടിയാണ്. ഇപ്പോൾ പഞ്ചിങ് നടത്തിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? എഡി കറണ്ടിനെ കുറയ്ക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു വേറെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യനാണ്. ഒന്നും പ്രയാസമുള്ളതല്ല, നോക്കൂ. ഒരു ഇൻസുലേറ്റഡ് കോയിലാണ് കേട്ടോ, ഇൻസുലേറ്റഡ് കോയിലാണ്, ഇവിടെ ഇരിക്കട്ടെ. ഇനി ഇതിൻ്റെ മേളിൽ ഞാനൊരു അലുമിനിയം ഡിസ്ക് വെച്ചിരിക്കുന്നു. ഇതെന്താണ് സാധനം? അലുമിനിയം ഡിസ്കാണ്. അവിടെ ഇരുന്നോട്ടെ. ഇപ്പം ഇതിൽ കൂടെ കോയിലിൽ കൂടെ നോ കറണ്ട്, കോയിൽ എന്തില്ല, കറണ്ടൊന്നും ഇല്ല, അപ്പോൾ കറണ്ടൊന്നും ഇല്ല. ഇനി ഇതിൽ കൂടെ ഇപ്പോൾ ഒരു കറണ്ട് കയറ്റി വിട്ടുകൊടുത്താൽ എന്ത് സംഭവിക്കും? നിങ്ങൾ തന്നെ പറയും. ഇതിലൊരു കറണ്ട് കയറ്റി വിട്ടുകൊടുത്താൽ എന്ത് സംഭവിക്കും? സഡൻ ആയിട്ട് ഇതിനകത്തൊരു മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ആവും, ശരിയല്ലേ? അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ത് ചെയ്തു? സീറോയിൽ നിന്ന് മാക്സിമത്തിലേക്ക് സഡൻ ആയിട്ട് ചേഞ്ച് ചെയ്തു, അല്ലേ മക്കളെ? മാഗ്നറ്റിക് ഫീൽഡ് സീറോയിൽ നിന്ന് മാക്സിമത്തിലേക്ക് കൂടി. അപ്പം മാഗ്നറ്റിക് ഫ്ലക്സും സീറോയിൽ നിന്ന് മാക്സിമത്തിലേക്ക് കൂടി. അപ്പോൾ ഈ ഫീൽഡിൻ്റെ അകത്തല്ലേ നമ്മുടെ അലുമിനിയം ഡിസ്ക് ഇരിക്കുന്നത്. അപ്പോൾ ഈ അലുമിനിയം ഡിസ്കിനെ ഒന്ന് ശ്രദ്ധിച്ചേ. മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ചേഞ്ചസ് ഫ്രം സീറോ ടു മാക്സിമം. അപ്പോൾ ഈ അലുമിനിയം ഡിസ്കിൽ എന്ത് കറണ്ട് ഉണ്ടാവും? എഡി കറണ്ട് ഉണ്ടാവും. ഓക്കെ, കറണ്ടിന് മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. ഒരു കറണ്ട് ഒരു കമ്പി കൂടെ എവിടെ കൂടെ കയറ്റി വിട്ടാൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും നമുക്കറിയാം. അപ്പോൾ ഈ ഇതിനകത്ത് എന്താണ്? എഡി കറണ്ട് ഉണ്ടായി. ആ എഡി കറണ്ട് കാരണം ഇവിടെ ഒരു മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ടാവും. അതാണ്ട് ഈ കോയിലിൽ കൂടെ ഇപ്പം നിങ്ങൾ കറണ്ടല്ലേ കയറ്റി വിടുന്നത്, ഈ കോയിലിൻ്റെ ഈ അപ്പർ എൻഡ് നോർത്തും ബോട്ടം എൻഡ് സൗത്തും ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ ഇതിനകത്ത് എഡി കറണ്ട് ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? ആ എഡി കറണ്ട് ഈ ഡിസ്കിന്റെ ബോട്ടം പാർട്ടിനെ നോർത്ത് ആക്കും, അപ്പർ പാർട്ടിനെ സൗത്ത് ആക്കും. അപ്പോൾ നോർത്തും തമ്മിൽ റിപ്പൽ ചെയ്യും. ഈ അലുമിനിയം ഡിസ്ക് തെറിച്ചങ്ങ് മേളിൽ പോകും. അടിപൊളി സംഭവമല്ലേ? മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ, ഇതൊരു കോയിലാണെന്ന് മനസ്സിലായി. ഈ കോയിലിൽ ഇപ്പോൾ 2 വയർ പിടിച്ചിട്ടിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി ഇതിൻ്റെ മണ്ടയ്ക്ക് നമ്മളൊരു ലൈറ്റ് വെയിറ്റ് അലുമിനിയം ഡിസ്ക് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇപ്പൊ കോയിലിൽ കൂടെ കറണ്ട് ഒന്നും ഇല്ല. ഇതിൽ കൂടെ കറണ്ട് കയറ്റി വിട്ടുകൊടുത്താൽ എന്ത് സംഭവിക്കുന്നതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. പറ. ഇതിന് ചുറ്റും എന്തുണ്ടാവും? ഫുൾ സ്ട്രെങ്തിലുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പം നേരത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലായിരുന്നു, ഇപ്പം മാഗ്നറ്റിക് ഫീൽഡ് വന്നു. അപ്പം മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ അലുമിനിയം ഡിസ്ക് ചേഞ്ചസ് ഫ്രം സീറോ ടു മാക്സിമം. അപ്പൊ അതിനകത്ത് എഡി കറണ്ട് ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ അലുമിനിയം ഡിസ്കിനകത്ത് എഡി കറണ്ട് ഉണ്ടാവും. നിങ്ങളുടെ ഈ കോയിലിൽ കൂടെ നിങ്ങളിപ്പോൾ കറണ്ടല്ലേ കയറ്റി വിടുന്നത്. അപ്പൊ കറണ്ട് കയറ്റി വിടപ്പോൾ ഇവിടെ നോർത്തും ഇവിടെ സൗത്തും ആയെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ അലുമിനിയം ഡിസ്കിലുണ്ടായ എഡി കറണ്ട് കാരണം ഈ അലുമിനിയം ഡിസ്കിന്റെ ഒരെൻഡ് നോർത്ത് ആവും, ഒരെൻഡ് സൗത്ത് ആവും. ഡെഫിനറ്റ്ലി ബോട്ടം എൻഡ് നോർത്തേ ആവും, അപ്പർ എൻഡ് സൗത്ത് ആവും. അപ്പൊ നോർത്തും കൂടെ റിപ്പൽ ചെയ്യും, ഈ ഡിസ്ക് തെറിച്ചു പോവും. ഓർത്ത് വെച്ചോണം, അലുമിനിയം ഡിസ്ക് എന്ത് ചെയ്യും? തെറിച്ചു പോവും. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സി യു ആർ ഗിവൺ ആൻ ഇൻസുലേറ്റഡ് കോയിൽ, then a lightweight aluminum disc is placed over it, over one end. Then what happens when current is passed through the coil? It is a question. What is your answer? The aluminum disc will be thrown up. Adana the answer. Why? Adana eduthendra rendatha part. Listen properly. When current is passed through the coil, magnetic flux link കൂടുതൽ എഴുതരുത്. So when current is passed through the coil, പറയൂ, magnetic flux linked with the aluminum disc changes from zero to maximum. So eddy currents are developed in it. Okay, then eddy currents magnetize the aluminum disc. If the upper end of the coil is north, then definitely bottom part of the disc will be north. North and north will repel each other and the disc will be thrown up. Okay, ഇത്ര എഴുതി വയ്ക്കണം, സ്വന്തമായിട്ട് എഴുതിയാൽ മതി. So what is our question? Say you are given an insulated coil, then ends are so over one end what is placed? A lightweight aluminum disc is placed. What happens when current is passed through the coil? So why? So what is the answer? See, the aluminum disc will be thrown upwards. Why? See, when current is passed through the coil, magnetic flux linked with the aluminum disc changes from zero to maximum. Am I right? So eddy currents are developed in the aluminum disc. Eddy currents magnetize it. See, if the upper end of the coil is north, definitely bottom part of the disc will be north. North and north repel each other and the disc will be thrown upwards. Is it clear to you? So what is answer? See, when current is passed through the coil, magnetic flux linked with the aluminum disc changes from
0 to maximum. So eddy currents are developed in it. Eddy currents magnetize the disc. So if the upper end of the disc coil is north, definitely bottom part of the disc will be north. North and north repel each other and the disc will be thrown upwards. മനസ്സിലായല്ലോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സ്പീഡോമീറ്റർ, വണ്ടിയുടെ സ്പീഡോമീറ്റർ വർക്ക് ചെയ്യുന്നത് അടിപൊളിയാണ്. വണ്ടിയുടെ സ്പീഡോമീറ്റർ കണ്ടിട്ടുണ്ടല്ലോ? സ്പീഡോമീറ്ററിൽ ആ സൂചിയൊക്കെ പോകുന്ന കണ്ടിട്ടില്ലേ? നോക്കൂ. അപ്പോൾ അതിങ്ങനെ നമ്മൾ വണ്ടി നല്ല രസമാണ്, സ്പീഡൊക്കെ കൂട്ടാൻ നല്ല രസമല്ലേ? സ്പീഡ് ത്രിൽസ് ബട്ട് കിൽസ് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നുണ്ടല്ലേ റോഡിൽ. അപ്പം നമുക്കിങ്ങനെ നല്ല സുഖമാണ്, വണ്ടിയുടെ സ്പീഡ് കൂട്ടി പോകാനൊക്കെ നല്ല സുഖമാണ്. അവസാനം നമ്മൾ 100-ലെത്തുന്നു, ആഹാ എന്ത് സന്തോഷം. 150 കഴിയുന്നു, 200-ലെത്തുന്നു, അപ്പോഴത്തേക്കും ഒരു ശബ്ദം കേൾക്കുന്നു, പിന്നെ ശബ്ദം ഉണ്ടാവില്ല. നോക്കൂ. അപ്പോൾ അവിടെ എന്താണ്? അപ്പോൾ അങ്ങനെ ശബ്ദം ഉണ്ടാക്കാതിരിക്കരുത്. നോക്കൂ, ശബ്ദം ഉണ്ടാക്കാത്ത അവസ്ഥ ഉണ്ടാക്കരുത്. വണ്ടിയിൽ പോകുമ്പോൾ എങ്ങനെ ഓടിക്കണം? മര്യാദയ്ക്ക് ഓടിക്കണം. ഓക്കെ? അല്ലെങ്കിൽ അവരിപ്പോൾ പിടിച്ചോളൂ, വഴിയിലൊക്കെ നിന്ന് പിടിക്കാനായിട്ട് നിൽപ്പുണ്ട്. ഇപ്പോൾ എപ്പോഴും പിടിയാണ്. ഓക്കെ, അറിയാലോ നിങ്ങൾക്ക്. സോലിസൺ മര്യാദയ്ക്ക് ഓടിച്ചില്ലെങ്കിൽ പൊക്കും. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ വണ്ടി ഓടിക്കാവൂ? മര്യാദയ്ക്ക് ഓടിക്കുക. മര്യാദയ്ക്ക് ഓടിച്ചാൽ വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും നല്ലത്. ഓക്കെ? അപ്പോൾ നമ്മുടെ സേഫ്റ്റിക്കും വണ്ടി എങ്ങനെ ഓടിക്കുന്നതാണ് നല്ലത്? മര്യാദയ്ക്ക് ഓടിക്കുന്നതാണ് നല്ലത്. ഓക്കെ? മര്യാദയ്ക്കുള്ള അതിനകത്ത് 200-300 വരെയൊക്കെ പോകാനുള്ളതൊക്കെ ഇട്ടേക്കും. അതൊക്കെ വെറുതെ ഒരു സന്തോഷത്തിന് വേണ്ടി കമ്പനിക്കാർ ഇട്ടിരുന്നതാണ്. അല്ല, നമ്മളതുവഴി ആ 300 വരെ പോകാനിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. ഓക്കെ? അപ്പോൾ അതെപ്പോഴും ഓർക്കുക. സോലിസൺ. അപ്പോൾ സ്പീഡോമീറ്റർ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നാണ് ഞാൻ പറയാൻ. നോക്കൂ. ഒന്നുമില്ല. സ്പീഡോമീറ്റർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മൾ പൊളിച്ച് നോക്കിയാൽ ഒരു അലുമിനിയം സിലിണ്ടർ കാണും. ഇതെന്താണ് സാധനം? അലുമിനിയം സിലിണ്ടർ. ഇവിടെ ഇരിക്കട്ടെ, ഒരു ലൈറ്റ് വെയിറ്റ് അലുമിനിയം സിലിണ്ടറാണ്. ഇതിലാണ് യഥാർത്ഥത്തിൽ സ്പീഡോമീറ്ററിൻ്റെ നമ്മുടെ സ്പീഡ് കാണിക്കുന്ന പോയിൻ്റർ ഇല്ലേ, പോയിൻ്റർ ഒട്ടിച്ചിരിക്കുന്നു. അപ്പോൾ പോയിൻ്റർ ഇതിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഓക്കെ? ഇനി ഇതിൻ്റെ അകത്ത് ഇതിനകം പൊള്ളയാണ്, നിങ്ങളുടെ തല പോലെ കേട്ടോ. ആണോ? നിങ്ങളുടെ തല പൊള്ളയാണോ? അപ്പോൾ ഇതുപോലെ ഒരു മാഗ്നറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തുണ്ട്? ഒരു ബാർ മാഗ്നറ്റ് ഉണ്ട്. അപ്പോൾ ഒരു മാഗ്നറ്റ്, അപ്പോൾ നോർത്ത് സൗത്ത്. ഓക്കെ? ഈ മാഗ്നറ്റിൻ്റെ എൻഡിൽ നിന്ന് ഒരു കേബിൾ വണ്ടിയുടെ ടയറിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങോട്ടാണ് പോയിരിക്കുന്നത്? ടയറിലോട്ട്. അപ്പോൾ ടയറിൻ്റെ അവിടെ ഒരു സംഭവത്തിലേക്കാണ് ഇത് പോയിരിക്കുന്നത്. അപ്പോൾ വണ്ടിയുടെ ടയർ കിടന്ന് കറങ്ങുമല്ലോ. ടയർ കറങ്ങുമ്പോഴത്തേക്ക് ഈ കേബിളും എന്ത് ചെയ്യും? കറങ്ങും. അപ്പോൾ ഈ കേബിൾ കൂടെ കറങ്ങും. കേബിൾ കറങ്ങുമ്പോഴത്തേക്ക് മാഗ്നറ്റ് എന്ത് ചെയ്യും? കറങ്ങും. മാഗ്നറ്റ് കറങ്ങുന്നത് എവിടെയാണെന്ന് നിങ്ങൾ നോക്കൂ. മാഗ്നറ്റ് കറങ്ങുന്നത് എവിടെയാണ്? അലുമിനിയം സിലിണ്ടറിൻ്റെ അകത്തല്ലേ. ഇനി ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ഈ അലുമിനിയം സിലിണ്ടർ എന്ന് പറയുന്നത് വേറെ 1-2 സെറ്റപ്പ് ഇവിടെ ഉണ്ട്. അലുമിനിയം സിലിണ്ടർ ഇവിടെ റൊട്ടേറ്റ് ചെയ്യാൻ പരുവത്തിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള സെറ്റപ്പുകളൊക്കെ അതിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇത് അലുമിനിയം സിലിണ്ടറാണ്. ഇതിൻ്റെ അകം പൊള്ളയാണ്. ഇനി ഇതിൻ്റെ നോക്കൂ, ഈ ഇരിക്കുന്നത് എന്താണ്? നമ്മുടെ മാഗ്നറ്റാണ്. ഈ മാഗ്നറ്റ് വണ്ടിയുടെ സ്പീഡിനനുസരിച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കറങ്ങിയാൽ മാഗ്നറ്റിക് ഫ്ലക്സ്, മാഗ്നറ്റിക് ഫീൽഡ് കിടന്ന് കറങ്ങുന്നു. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എവിടെ വരഞ്ഞുകൊണ്ട് പോകും? അലുമിനിയം സിലിണ്ടറിൽ വരയുന്നു നമ്മൾ വിചാരിക്കും. അപ്പം മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ അലുമിനിയം സിലിണ്ടർ ചേഞ്ചസ്. അപ്പോൾ അലുമിനിയം സിലിണ്ടറിനകത്ത് എന്തുണ്ടാവും? എഡി കറണ്ട് ഉണ്ടാവും. ആണല്ലോ. അപ്പോൾ അലുമിനിയം സിലിണ്ടറിൽ എന്തുണ്ടാവും? എഡി കറണ്ട് ഉണ്ടാവും. ഈ എഡി കറണ്ടിൻ്റെ എഫക്റ്റ് കാരണം ഈ അലുമിനിയം സിലിണ്ടർ അവിടെ കിടന്ന് കറങ്ങും. അപ്പോൾ അലുമിനിയം സിലിണ്ടറിൻ്റെ റൊട്ടേഷൻ കാരണം അലുമിനിയം സിലിണ്ടർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ പോയിന്റർ കൂടെ റൊട്ടേറ്റ് ചെയ്യും. ഈ റൊട്ടേഷനാണ് നമ്മുടെ വണ്ടിയുടെ സ്പീഡായിട്ട് നമ്മൾ കാണുന്നത്. ഓർത്ത് വയ്ക്കുക. നല്ല സ്മൂത്തായിട്ടല്ലേ ഇത് കറങ്ങുന്നത്, അല്ലാതെ ചാടി തുള്ളി എന്നല്ലേ കറങ്ങുന്നത്. അപ്പോൾ സ്മൂത്തായിട്ടുള്ള ആ ഓട്ടത്തിന് കാരണം ഏതാണ്? എഡി കറണ്ടിൻ്റെ എഫക്റ്റാണ്. ഇപ്പോൾ സ്പീഡോമീറ്റർ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ വണ്ടിയിൽ സ്പീഡോമീറ്ററിൽ നോക്കുമ്പോഴും സ്പീഡോമീറ്ററിൻ്റെ പോയിന്റർ സ്മൂത്തായിട്ട് ഓടുന്നത് കാണാം. അത് എന്തിൻ്റെ എഫക്റ്റാണ്? എഡി കറണ്ടിൻ്റെ എഫക്റ്റാണ്. ഓർത്ത് വയ്ക്കുക. സ്പീഡോമീറ്ററിൻ്റെ വർക്കിംഗ് പറയും. ചുമ്മാ സന്തോഷത്തിന് പെട്ടെന്ന് പറയും. സ്പീഡോമീറ്റർ പൊളിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ലൈറ്റ് വെയിറ്റ് അലുമിനിയം സിലിണ്ടർ. ഓക്കെ? ഇനി ഇതിൻ്റെ അകമ്പുള്ള ഇതിൻ്റെ അകത്ത് ആരെ മൂവ് ചെയ്യിപ്പിക്കും? ഒരു മാഗ്നറ്റിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാൻ വെച്ചിരിക്കുകയാണ്. ആ മാഗ്നറ്റിൽ നിന്ന് ഒരു കേബിൾ കണക്ഷൻ വരുന്നു. ടയറിൻ്റെ അവിടെ ഒരു സെറ്റപ്പ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്, നമ്മൾ അതിലോട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇനി ഒരു കാര്യം കൂടെ, സിലിണ്ടർ എങ്ങനെയാണ്? സിലിണ്ടർ എന്ന് പറയുന്നത് റൊട്ടേറ്റ് ചെയ്യാൻ പരുവത്തിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഈ സിലിണ്ടറിലാണ് നമ്മുടെ സ്പീഡോമീറ്ററിൻ്റെ പോയിന്റർ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. ഇനി വണ്ടിയുടെ ടയർ കറങ്ങുന്നതനുസരിച്ച് ഈ കേബിൾ കൂടെ കറങ്ങും. കേബിൾ കറങ്ങുമ്പോഴത്തേക്ക് മാഗ്നറ്റ് കൂടെ കറങ്ങും. മാഗ്നറ്റ് കറങ്ങുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് അലുമിനിയം സിലിണ്ടർ ചേഞ്ച് ആവും. അലുമിനിയം സിലിണ്ടറിൽ എഡി കറണ്ട് ഉണ്ടാവും.
ഈ എഡി കറണ്ടിൻ്റെ എഫക്റ്റ് കാരണം എന്ത് ചെയ്യും, ഈ സിലിണ്ടർ കിടന്ന് കറങ്ങും, അതിനകത്ത് ഒട്ടിച്ചിരിക്കുന്ന പോയിന്റർ എന്ത് ചെയ്യും, റീഡിങ് കാണിക്കും, അപ്പോൾ വണ്ടിയുടെ സ്പീഡ് കാണിക്കും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് എന്തിൻ്റെ വർക്കിംഗ്, സ്പീഡോമീറ്ററിൻ്റെ വർക്കിംഗ്. പറയൂ, ഗീവ് ദ വർക്കിംഗ് ഓഫ് സ്പീഡോമീറ്റർ. പറയൂ. In a speedometer, there will be a lightweight aluminum cylinder. It is attached to a pointer. It is arranged to rotate freely. അതൊക്കെ എഴുതുക. Then a magnet is arranged to rotate freely inside it. Then this magnet is connected to this magnet rotates according to the speed of vehicle. Magnetic flux linked with the aluminum cylinder changes. Then eddy currents are developed in the aluminum cylinder. Due to the effect of eddy current, what happens? The aluminum cylinder rotates. Aluminum cylinder rotates. Pointer shows the speed of vehicle. അടിപൊളിയല്ലേ? ഇപ്പം മാഗ്നറ്റ് കറങ്ങും, അലുമിനിയം സിലിണ്ടറും കറങ്ങും. അടിപൊളിയല്ലേ? അപ്പോൾ ഇവനുമായിട്ട് യാതൊരു ബന്ധമില്ല, രണ്ടും തമ്മിൽ കണക്ഷൻ ഒന്നുമില്ല. ഇവ ഇവിടെ കിടന്ന് കറങ്ങുമ്പോൾ തൊട്ടപ്പുറത്തിരിക്കുന്ന ഇവനും കറങ്ങും. അടിപൊളിയാണ്. സോ ദിസ് ഈസ് എ വർക്കിംഗ് ഓഫ് സ്പീഡോമീറ്റർ. സോ നിങ്ങൾ തന്നെ പറയൂ. ഇത് നമുക്ക് ചെയ്തു നോക്കാമെന്നുള്ളേ ഉള്ളൂ. നമുക്ക് സിമ്പിളായിട്ട് ചെയ്തു നോക്കാമെന്നുള്ളൊരു എക്സ്പെരിമെൻ്റാണ്. നിങ്ങൾ ഒത്തിരി ഇതേപോലെ ഒരു സെറ്റപ്പൊക്കെ ചെയ്തിട്ട് മാഗ്നറ്റിനെ എങ്ങനെയെങ്കിലും നല്ല സ്പീഡിൽ ഒന്ന് കറക്കി നോക്കിയാൽ മതി. കറക്കി നോക്കിയാൽ ഈ അലുമിനിയം സിലിണ്ടർ ഇരുന്ന് കറങ്ങുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയൂ. ഗീവ് ദ വർക്കിംഗ് ഓഫ് സ്പീഡോമീറ്റർ. കൂടുതൽ ഞാൻ പറയുന്നില്ല. ഇൻ സ്പീഡോമീറ്റർ ദർ വിൽ ബി എ ലൈറ്റ് വെയ്റ്റ് hollow aluminum cylinder. It is connected to a pointer. Then a magnet is rotated inside it. Then it rotates according to the speed of vehicle. Magnetic flux linked with the aluminum cylinder changes. Eddy currents are developed in aluminum cylinder. Due to the effect of eddy current, aluminum cylinder rotates. Pointer attached to it shows the speed of vehicle. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയാണ് ഏതിൻ്റെ വർക്കിംഗ്, സ്പീഡോമീറ്ററിൻ്റെ. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയോ? നെക്സ്റ്റ് ഒരു ഡിവൈസിൻ്റെ പേരാണ് ഡെഡ് ബീറ്റ് ഗാൽനോമീറ്റർ. എന്തോന്നാണ് സാധനത്തിൻ്റെ പേര്? ഡെഡ് ബീറ്റ് ഗാൽനോമീറ്റർ എന്നാണ്. നമ്മുടെ ഗാൽനോമീറ്ററിനെ നിങ്ങൾക്കറിയാം. ആ ഗാൽനോമീറ്റർ തന്നെയാണ് ഡെഡ് ബീറ്റ് ഗാൽനോമീറ്റർ. എൻ്റെ ഇതുണ്ടല്ലോ പോയിന്റർ, സഡനായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് സീറോയിലേക്ക് തിരിച്ചു വരും. അങ്ങനെയുള്ള ടൈപ്പ് ഗാൽനോമീറ്ററിൻ്റെ പേരാണ് ഡെഡ് ബീറ്റ് ഗാൽനോമീറ്റർ. അപ്പോൾ നമ്മുടെ ഗാൽനോമീറ്റർ എങ്ങനെ ഇരിക്കും നിങ്ങൾക്ക് അറിയാം. ഇതാണ്ട് ഇതുപോലെ രണ്ട് മാഗ്നറ്റിക് പോൾസ് ഉണ്ടല്ലേ. ഇത് നോർത്ത്, ഇത് സൗത്ത്. ഇതിൻ്റെ ഇടയ്ക്ക് എന്താണ് ഇരുന്നത് ഓർമ്മയുണ്ടോ? ഒരു സോഫ്റ്റ് ആൻഡ് സിലിണ്ടർ ഓർമ്മയുണ്ടല്ലോ. അതിൽ എന്താണ് ചെയ്തിരുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇതിങ്ങനെ ഒരു സിലിണ്ടർ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ നമ്മൾ എന്താ ചെയ്തേ? ഒരു അലുമിനിയം റെക്റ്റാങ്കുലർ അലുമിനിയം സ്ട്രിപ്പ് ഉണ്ടായിരുന്നല്ലേ മക്കളെ? ഇതൊരു റെക്റ്റാങ്കുലർ അലുമിനിയം സ്ട്രിപ്പാണ്. ഇത് അപ്പുറത്തൂടെ ഇങ്ങനെ കറങ്ങി വരും, 4 സൈഡിലും ഉണ്ട്. ഓക്കെ, ഇതിലെന്താണ് വൈൻഡ് ചെയ്തിരുന്നത്? ഇൻസുലേറ്റഡ് കോപ്പർ കമ്പി. ഇനി ഇതിൽ നിന്നാണ് മേലിലോട്ട് എന്ത് വന്നിരുന്നത്? പോയിന്റർ വന്നിരുന്നത് നമുക്കറിയാം. ഇനി നമ്മുടെ ഇവിടുത്തെ ഡെഡ് ബീറ്റ് ഗാൽനോമീറ്ററിൻ്റെ പ്രത്യേകതകളാണ് പറയാൻ പോകുന്നത്. നോക്കൂ, നമ്മൾ ഈ കോയിൽ വഴി, ഈ ഇൻസുലേറ്റഡ് കോയിൽ വഴി എന്ത് പാസ് ചെയ്യും? കറണ്ട് പാസ് ചെയ്യും. അപ്പോൾ ഇതിൽ കൂടെ കറണ്ട് അങ്ങോട്ട് കയറ്റി വിട്ട് കൊടുക്കും. കറണ്ട് കയറ്റി വിട്ടാൽ നിങ്ങൾ പറയൂ, ഈ കറണ്ട് കയറ്റി വിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ തന്നെ പറയൂ. ഈ കോയിൽ ഇരിക്കുന്നത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്താണ്. മാഗ്നറ്റിക് ഫീൽഡിനകത്തിരിക്കുന്ന കോയിൽ എക്സ്പീരിയൻസസ് എ ടോർക്ക്. ആ ടോർക്ക് കാരണം ഈ കോയിൽ എന്ത് ചെയ്യും? ടേൺ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. ഇനി ഈ സിലിണ്ടർ എൻ്റെ പുറത്തോട്ടിരിക്കുന്ന പോയിന്റർ എന്ത് ചെയ്യും? റീഡിങ് കാണിക്കും എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ നേരെ നോക്കാനുള്ള കാര്യം, ഇവിടെ നിങ്ങൾ നോക്കൂ. ഇത് നിങ്ങളുടെ അലുമിനിയം സ്ട്രിപ്പാണല്ലേ. ഈ അലുമിനിയം സ്ട്രിപ്പ് ഇവിടെ ഇരിപ്പുണ്ട്. ഇനി നിങ്ങൾ നോക്കൂ, ഈ ഇതിൽ കൂടെ കറണ്ട് കയറി പോകുന്ന സമയത്ത് ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും അല്ലേ? അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെന്തോ ആയിക്കോട്ടെ, അതിനെപ്പറ്റി നമ്മളിപ്പോൾ ബോധേഡല്ല. ഇതിൽ കൂടെ കറണ്ട് കയറി പോകുന്നുള്ളത് ഓക്കെയാണ്. അപ്പോൾ ഇതിന് ടോർക്ക് കിട്ടും. അത് കാരണമാണ് ഇത് കറങ്ങുന്നത് എന്നൊക്കെ അറിയാം. ഇനി ഈ കറണ്ട് കയറി പോകുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നത്? ഇത് കറങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ മതി. ഈ കറങ്ങുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കട്ടാവും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കട്ടാവും. അപ്പം മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ അലുമിനിയം ചേഞ്ചസ്. അലുമിനിയം ഫ്രെയിമിലെ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ആവും. മനസ്സിലായില്ല? ഇവിടെ നോർത്ത് സൗത്തും കണക്ട് ചെയ്ത മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്, നമുക്കറിയാം. ഇവിടെ നിങ്ങളുടെ കറണ്ട് അങ്ങോട്ട് കയറ്റി വിടുന്ന സമയത്ത് ഈ കോയിലിന് ഇറ്റ് എക്സ്പീരിയൻസസ് എ ടോർക്ക്. ഡ്യൂ ടു ദ ടോർക്ക് ഇറ്റ് വിൽ ടേൺ. ഇത് കറങ്ങും. ഇത് കറങ്ങുന്ന സമയത്ത് ഇത് എവിടെയാണ് കറങ്ങുന്നത് നോക്ക്. ഇത് കറങ്ങുന്നത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്തല്ലേ. അപ്പം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്ത് കറങ്ങട്ടെ. കറങ്ങുന്ന സമയത്ത് മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ഈ കോയിൽ ചേഞ്ച് ആവും, ആണല്ലോ. അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ഈ അലുമിനിയം ഫ്രെയിം ചേഞ്ച് ആവും. അപ്പോൾ ഈ അലുമിനിയം ഫ്രെയിമിൽ എന്ത് കറണ്ട് ഉണ്ടാവും? എഡി കറണ്ട് ഉണ്ടാവും. അപ്പോൾ എഡി കറണ്ട് ഉണ്ടാവും.
ഇനി എഡി കറണ്ട് എൻ്റെ ടെൻഡൻസി എന്താണ്? എഡി കറൻസ് ഒബേ ലെൻസസ് ലോ. അപ്പോൾ അതെന്ത് ചെയ്യും? മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യാനുള്ള കാരണം എന്താണോ അതിനെ ഒപ്പോസ് ചെയ്യും. ഇവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യാനുള്ള കാരണം എന്താണ്? ഈ കോയിൽ മൂവ് ചെയ്തോണ്ടല്ലേ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്തത്. അപ്പോൾ ആ മോഷൻ തടസ്സപ്പെടും. അപ്പോൾ നമ്മുടെ കോയിലിന് ഒരു പരിധിയിൽ അപ്പുറത്തേക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് തിരിച്ചു വരുന്ന ഒരു സ്റ്റേജ് ഉണ്ടാക്കും. ആര്? എഡി കറണ്ട്. ഇതാണ് ഡെഡ് ബീറ്റ് ഗാൽനോമീറ്റർ. മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ മലയാളത്തിൽ പറയാണ്. ഡെഡ് ബീറ്റ് ഗാൽനോമീറ്റർ പൊളിച്ചാൽ നമ്മുടെ ഗാൽനോമീറ്റർ തന്നെയാണ്. അതിൻ്റെ പ്രത്യേകത എന്താണ്? പെട്ടെന്നത് സീറോയിലേക്ക് റിട്ടേൺ വരും. അപ്പോൾ ആ രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗാൽനോമീറ്ററാണ്. ഇപ്പോൾ ഇവിടെ നോക്കൂ, നമ്മുടെ ഗാൽനോമീറ്റർ പൊളിച്ചാൽ ഇതുപോലെ 2 പോൾ പീസസ് കാണും. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്. ഇതൊരു സിലിണ്ടറാണ് ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? സോഫ്റ്റ് അയൺ വെച്ചാണ്. ഇനി ഇതിന് ചുറ്റും ഒരു റെക്ടാങ്കുലർ അലുമിനിയം ഫ്രെയിം ഉണ്ട്. ആ അലുമിനിയം ഫ്രെയിമിൽ ഇൻസുലേറ്റഡ് കോപ്പർ കോയിലുണ്ട്. അതിന് 2 എൻഡ് ഉണ്ട്. നിങ്ങൾ ആ ഇതിൽ കൂടെ കറണ്ട് കയറ്റി വിടുന്നു. കറണ്ട് കയറ്റി വിടുമ്പോഴത്തേക്ക് ഈ കോയിൽ എക്സ്പീരിയൻസസ് എ ടോർക്ക്. ഇനി ഡ്യൂ ടു ദ ടോർക്ക് ഇറ്റ് ടേൺസ് പോയിന്റർ ഷോസ് റീഡിങ്. ഇതാണ് നമ്മൾ പഠിച്ചത്. ഇനി ഇവിടെ ഞാൻ പറഞ്ഞ കാര്യം, നോർത്ത് സൗത്ത് കണക്ട് ചെയ്ത് ഫീൽഡ് ലൈൻസ് ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്. നിങ്ങളുടെ ഈ കോയിൽ ഇവിടെ ടേൺ ചെയ്യുന്ന സമയത്ത് ഈ അലുമിനിയം ഫ്രെയിമിനെ മാത്രം നോക്കൂ. അലുമിനിയം ഫ്രെയിം ഇവിടെ മൂവ് ചെയ്യാണ്. അലുമിനിയം ഫ്രെയിം ആരെ കട്ട് ചെയ്തുകൊണ്ട് പോവാണ്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കട്ട് ചെയ്തുകൊണ്ട് പോവാണ്. അപ്പം മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ അലുമിനിയം ഫ്രെയിം ചേഞ്ചസ്. ശരിയാണോ? അപ്പോൾ അലുമിനിയം ഫ്രെയിമിൽ എഡി കറണ്ട് ഉണ്ടാവും. എഡി കറണ്ട് എന്തിനെ ഒബേ ചെയ്യും? ലെൻസസ് ലോ ഒബേ ചെയ്യും. അപ്പം മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്തതിനുള്ള കാരണക്കാരൻ ആരാണോ അത് തടസ്സപ്പെടും. ഇവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്തതിൻ്റെ കാരണം എന്താണ്? ഈ കോയിലിൻ്റെ റൊട്ടേഷനാണ്, അല്ലെങ്കിൽ അലുമിനിയം ഫ്രെയിമിൻ്റെ റൊട്ടേഷനാണ്. ആ റൊട്ടേഷൻ തടസ്സപ്പെടും. അപ്പോൾ കോയിലിന് ഒരുപാട് കറങ്ങാൻ പറ്റില്ല. അത് സഡനായിട്ട് തിരിച്ച് സീറോയിലേക്ക് വരേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും. ഇതാണ് ഡെഡ് ബീറ്റ് ഗാൽനോമീറ്റർ. സോ വാട്ട് ഡു യു നോ അബൌട്ട് ഡെഡ് ബീറ്റ് ഗാൽനോമീറ്റർ? സീ, in a galvanometer there will be a fine insulated copper coil wound over a rectangular aluminum piece. Am I right? Then this is arranged to rotate freely between pole pieces of a magnet. When current is passed through the coil, due to the torque developed, the rectangular aluminum strip rotates. Then magnetic flux linked with the aluminum strip changes. So an eddy current is developed in it. Then eddy currents obey Lenz's law. Tendency of it is to oppose the rotation of aluminum strip. Am I right? So aluminum frame cannot rotate beyond a limit. So pointer attached immediately comes back to zero position. This is about dead beat galvanometer. Ana കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ പറയണം. So listen here. So dead beat galvanometer consists of a fine insulated copper coil wound over a rectangular aluminum frame. Then it is arranged to rotate freely between pole pieces of a magnet. Then when current, then a pointer is attached to the coil. Then what is the next? When current is passed through the coil, it experiences a torque. Due to the torque, it turns. Then see, when the aluminum frame rotates, magnetic flux linked with it changes. Eddy currents are developed in aluminum frame. So eddy currents obey Lenz's law. Tendency of it is to oppose the rotation of aluminum frame. So aluminum frame cannot rotate beyond a limit. So motion of coil will be opposed. So it cannot rotate beyond a limit. It immediately comes back to the original position. This is a working of what? Dead beat galvanometer. So listen properly. So what do you know about dead beat galvanometer? It consists of a fine insulated copper coil. It is wound over a rectangular aluminum frame. Then it is arranged to rotate freely between pole pieces of a magnet. Then when current is passed through the coil, due to the torque developed, it turns. Then when the aluminum frame rotates, magnetic flux linked with it changes. So eddy currents are developed in it. Eddy currents obey Lenz's law. Tendency of it is to oppose the motion of aluminum frame. So it cannot rotate beyond a limit. It immediately comes back to the original position. Pointer attached to the coil returns back to zero soon. So this is about dead beat galvanometer. എല്ലാം അടിപൊളിയല്ലേ? ഇതൊന്നും വലിയ സംഭവങ്ങളൊന്നും അല്ലല്ലോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു മോട്ടറിനെ പറ്റിയാണ്. നോക്കൂ, നമ്മൾ പറയുന്നത് ഇൻഡക്ഷൻ മോട്ടറിനെ പറ്റിയാണ്. എന്താണ് സാധനത്തിൻ്റെ പേര്? ഇൻഡക്ഷൻ മോട്ടർ.
ഇപ്പോൾ ഇൻഡക്ഷൻ മോട്ടർ, അപ്പോൾ അവിടെ ഇരിക്കട്ടെ. ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മോട്ടറാണ്. അപ്പോൾ അതിന് മുമ്പേ ഞാനൊരു സാധനം പറഞ്ഞിട്ട് ഇതിലേക്ക് വരുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇലക്ട്രിക് പവർ മീറ്റർ പറയാം ആദ്യം. ഇലക്ട്രിക് പവർ മീറ്റർ, രണ്ടിൻ്റെ വർക്കിംഗ് ആൾമോസ്റ്റ് സെയിം ആണ്. നോക്ക്, ഇലക്ട്രിക് പവർ മീറ്റർ നമ്മുടെ വീട്ടിലെ മീറ്റർ ഇല്ലേ, ഇലക്ട്രിസിറ്റി എത്ര എരിഞ്ഞു എന്നറിയാൻ വേണ്ടി അതിനകത്ത് ഒരു അലുമിനിയം ഡിസ്ക് കിടന്ന്, ഇപ്പോൾ പുതിയ മോഡലിലൊക്കെ അങ്ങനല്ല, പഴയ മോഡലിലൊക്കെ ഒരു അലുമിനിയം ഡിസ്ക് കിടന്ന് കറങ്ങുന്നത് നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ഇതാണ് സംഭവം. നമ്മുടെ വീട്ടിലെ മീറ്റർ, ഇലക്ട്രിസിറ്റി മീറ്റർ, അതിൽ ഇതേപോലെ ഒരു അലുമിനിയം ഡിസ്ക് നിങ്ങൾ കണ്ടു കാണും. എന്താണിത്? അലുമിനിയം ഡിസ്കാണ്. ഓക്കെ, ഇത് റൊട്ടേറ്റ് ചെയ്യാൻ പരുവത്തിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ ഇരിക്കട്ടെ. ഇനി ഇതിൻ്റെ അടുത്ത് ഒരു കോയിൽ വെച്ചേക്കും. അപ്പോൾ ഇതിൻ്റെ അടുത്ത് എന്താണ്? ഒരു കോയിൽ. അപ്പം നമ്മുടെ വീട്ടിലേക്കുള്ള സപ്ലൈ കയറി വരുന്നത് ഇങ്ങനെയാണ്. സപ്ലൈ കയറി വരുന്നു, കണ്ടോ? കയറി ഇനി ഇവിടെ നിന്നാണ് വീടിൻ്റെ അകത്തേക്ക് പോകുന്നത്. അങ്ങനെ പോയിക്കോട്ടെ. ഇപ്പം നിങ്ങൾ തന്നെ പറയും, എന്താണ് വരുന്നത്? എ സി അല്ലേ വരുന്നത്? എ സി എന്ന് പറഞ്ഞാൽ വേരിയേഷൻ ഉള്ള കറണ്ട് അല്ലേ? അപ്പോൾ ഇതിൽ കൂടെ ഇപ്പം നിങ്ങൾ കയറ്റി വിട്ടിരിക്കുന്നത് എ സി ആണ്. എ സി കയറ്റി വിട്ടാൽ ഇവിടെ വേരിയേഷൻ ഉള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, ആണല്ലോ. അപ്പോൾ ഈ അലുമിനിയം ഡിസ്കിനെ നിങ്ങൾ നോക്കിയേ, മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് അവൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഈ അലുമിനിയം ഡിസ്കിൽ എന്തുണ്ടാവും? എഡി കറണ്ട് ഉണ്ടാവും. ഈ എഡി കറണ്ടിൻ്റെ എഫക്റ്റ് കാരണം ഇവൻ ഇവിടെ കിടന്ന് റൊട്ടേറ്റ് ചെയ്യും. അടിപൊളി അല്ലേ? അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഇതേപോലെ നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ നല്ല ഉള്ളൂ. ഒരു ഇൻസുലേറ്റഡ് കോയിൽ ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ അടുത്ത് ഒരു ലൈറ്റ് വെയിറ്റ് ഡിസ്ക് ഇതുപോലെ വെച്ച് ഇതിൽ കൂടെ കറണ്ട് കയറ്റി വിട്ടാൽ, കറണ്ട് സൂക്ഷിച്ച് കയറ്റി വിടണ എ സി കയറ്റി വിട്ട് കഴിഞ്ഞാൽ ഈ ഡിസ്ക് ഇവിടെ കിടന്ന് കറങ്ങുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതാണ് എന്തിൻ്റെ വർക്കിംഗ് ഇലക്ട്രിക് പവർ മീറ്റർ. അപ്പോൾ ആ റൊട്ടേഷൻ എത്ര, ഒരു റൊട്ടേഷൻ കറങ്ങുമ്പോൾ എത്ര ഇത് മാറണം, അതൊക്കെ അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ വാട്ട് ഗീവ് ദ ബ്രീഫ് വർക്കിംഗ് ഓഫ് ഇലക്ട്രിക് പവർ മീറ്റർ. In electric power meter, നിങ്ങൾക്ക് മനസ്സിലായോ? There will be a lightweight aluminum disc, okay, arranged to rotate freely. Then near that, what will be arranged? An insulated coil will be arranged. Then AC is passed through it. AC is passed through the coil. A varying magnetic field will be developed around it. So magnetic flux linked with the aluminum disc changes. Eddy currents are developed in it. Due to the effect of eddy currents, the aluminum disc rotates. കൂടുതൽ ആഡംബരമൊന്നുമില്ല. സോ വൺസ് അഗൈൻ, ഇൻ ഇലക്ട്രിക് പവർ മീറ്റർ there will be what? An aluminum disc. It is arranged to rotate freely. Then it is arranged near an insulated coil. Then what is passed through it? AC is passed through it. Then this AC reaches our house. Am I right? See, when AC is passed through the coil, a varying magnetic field will be developed. Am I right? Then you think of this aluminum disc. It is placed in a varying magnetic field. So magnetic flux linked with it changes. So eddy currents are developed in it. Due to the effect of eddy current, it rotates. Okay, this is the rotation we find inside a meter. Okay, so what do you know about electric power meter? In electric power meter, a lightweight aluminum disc is arranged to rotate freely. Then an insulated coil is kept near it. Then AC, when AC passes through the coil, a varying magnetic field is developed there. Then magnetic flux linked with the aluminum disc changes. Eddy currents are developed. Due to the effect of eddy current, the aluminum disc rotates. Is it clear? അടുത്തേക്ക് കൂടെ ഇനി നമ്മൾ പറഞ്ഞ സാധനത്തിലേക്ക് വരാം. ഏതാണ് നമ്മുടെ ഇൻഡക്ഷൻ മോട്ടോർ? എന്താണ് സാധനം? ഇൻഡക്ഷൻ മോട്ടോർ എന്നാണ് നിങ്ങൾ കണ്ടു കാണും. നമ്മുടെ വീട്ടിലെ ഫാനില്ലേ, അതൊക്കെ വർക്ക് ചെയ്യുന്നത് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതൊരു ഇൻഡക്ഷൻ മോട്ടറാണ്. അപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്നത് ഇതേപോലെ തന്നെ, ഇതുപോലത്തെ ഒരു സാധനം. ഓക്കെ, ഇതിനെ നമ്മുടെ അലുമിനിയം ഡിസ്കിന് പകരം ഇതുപോലെ ഒരു മെറ്റാലിക് ഡിസ്ക്. അപ്പോൾ ഒരു ഡിസ്കാണ്. ഓക്കെ, മെറ്റൽ ഡിസ്കാണ്. ഓക്കെ, ഇനി അടുത്തെന്താണ്? ഇതിനെ നമ്മൾ റോട്ടോർ എന്നാണ് പറയുന്നത്. റൊട്ടേറ്റ് ചെയ്യുന്ന പാർട്ടിനെ പറയുന്ന പേരെന്താണ്? റോട്ടർ. ഇപ്പോൾ ഫാനിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഒരു മോട്ടറിൻ്റെ അകത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന പാർട്ടിൻ്റെ പേര് റോട്ടോർ. അപ്പോൾ സ്റ്റേഷനറി പാർട്ടിൻ്റെ പേര് സ്റ്റേറ്റർ എന്നാണ്. എന്താണ് പേര്? സ്റ്റേറ്റർ. ഇനി ഇതിൻ്റെ അടുത്ത് ഒരു കോയിൽ വെച്ചേക്കും. അപ്പോൾ ഇതൊരു ഇൻസുലേറ്റ് ചെയ്ത കോയിലാണ്. നിങ്ങൾ ഇതിൽ ഫാൻ ഓൺ ചെയ്യുന്നു. ഫാൻ ഓൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതിലോട്ട് എ സി ആണ് കയറി പോകുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. പറഞ്ഞോ. ഇതിന് ചുറ്റും വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദിസ് മെറ്റൽ ഡിസ്ക് ചേഞ്ചസ്. So eddy currents are developed in it. Due to the effect of eddy current, this disc rotates.
അപ്പോൾ സിമ്പിൾ അല്ലേ? അപ്പോൾ നമ്മുടെ വീട്ടിലെ ഫാൻ കറങ്ങുന്നത് വളരെ സിമ്പിളായിട്ടാണ്. അപ്പോൾ നമുക്ക് ഒരു കൊച്ചു ഫാൻ ഉണ്ടാക്കിയെടുക്കാൻ ഈസി അല്ലേ? അപ്പോൾ ഫാൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്? ഒരു ഡിസ്കും ഉണ്ട്, ഒരു കോയിലും ഉണ്ട്, വേറെ കുന്ത്രണ്ടങ്ങളൊന്നും തന്നെ ഇല്ല. സോ ഗീവ് ദ വർക്കിംഗ് ഓഫ് an induction motor. So it consists of metallic disc, metallic disc. It is a rotor. Then what is placed near it? An insulated coil is placed near it. Then see, this can be called as stator coil. What is it? Stator coil. Then AC is passed through the coil. A varying magnetic field is developed. Then magnetic flux linked with the metal disc changes. Eddy currents are developed in it. Due to the effect of eddy current, the disc rotates. Is it clear to you? So in induction motor, what will be there? A metallic disc. A metallic disc is arranged to rotate freely. Then it is known by the name rotor. Okay. Near that, what is arranged? An insulated coil is arranged. It can be called as stator coil, stationary coil, stator coil. Okay. Then what is passed through the coil? AC is passed through the coil. So what will be developed? A varying magnetic field will be developed. Then magnetic flux linked with the metal disc changes. So eddy currents are developed. Due to the effect of eddy current, it rotates. What rotates? A rotor rotates. Is it clear? Once again I will explain. So in a induction motor, what can you find? You can find a metal disc. It is arranged to rotate freely. Then what is arranged near it? An insulated coil. Then it is known by the name stator coil. What are you passing through this coil? AC. Then when AC is passed, what will be developed? A varying magnetic field will be developed. Then what about the metal disc? It is placed in this varying magnetic field. So what will be developed in it? Eddy currents are developed in it. Due to the effect of eddy current, the rotor rotates. So this disc is known by the name rotor as it is rotating. Then this coil is known by the name stator as it is stationary. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മളിപ്പോൾ എന്തിൻ്റെ ആപ്ലിക്കേഷൻസ് മൊത്തം കഴിഞ്ഞു. നമ്മുടെ എഡി കറണ്ടിൻ്റെ ആപ്ലിക്കേഷൻസ് മൊത്തം കഴിഞ്ഞു. ഇനി എഡി കറണ്ടിൻ്റെ ഡിസഡ്വാൻറ്റേജസ് നിങ്ങളൊന്ന് പറയൂ. വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് എഡി കറണ്ട്? എഡി കറണ്ടിൻ്റെ ഡിസഡ്വാൻറ്റേജസ് നിങ്ങൾ തന്നെ പറയുക. എല്ലാം നിങ്ങൾക്ക് അറിയാമെന്നുള്ള തന്നെ. So due to the eddy current, see what will be developed? Heat will be developed. See, this heat is disadvantageous for a transformer, induction coil, etc. Am I right? Because this heat may damage the insulation of the coil. Then what is the next one? See, this due to eddy current, unnecessary damping effect is produced. നമ്മൾ നേരത്തെ ഒരു ഡാമ്പിങ് പറഞ്ഞതാണ്, ഇലക്ട്രോമാഗ്നറ്റിക് ഡാമ്പിങ് എന്നൊക്കെ ഞാൻ പറഞ്ഞതാണ്. സോ ഡാമ്പിങ് എഫക്റ്റ് ഉണ്ടാക്കുന്നു. അപ്പോൾ ഏതാണ്? എഡി കറണ്ട്. അപ്പോൾ എഡി കറണ്ടിൻ്റെ ഡിഫക്ട്സ് ആണ് പറഞ്ഞത്. വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജ്? ജസ്റ്റ് പറഞ്ഞു പോയാൽ മതി. വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് എഡി കറണ്ട്? Due to eddy current, unnecessary heating effect is produced. Then it will be disadvantageous for a transformer, induction coil, etc. as it damages the insulation of the coil. Then what is the next one? Eddy currents produce unnecessary damping effect. Is it clear? So once again you tell me what are the disadvantages of eddy current. First one, due to eddy current, what is developed? Heat is developed. This is disadvantageous for a transformer, induction coil, etc. Then what is the next one? Eddy current creates unnecessary damping effect. അപ്പോൾ നമ്മുടെ എഡി കറണ്ട് എന്ന് പറയുന്ന സെക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഓക്കെ.